ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു ചെറു പ്രാണി ഒന്ന് വിചാരിച്ചാൽ മതി മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും താളം തെറ്റാൻ. അതേപോലെ തന്നെയാണ് ഒരു നിശബ്ദമായ സ്ഥലത്ത് കിടന്ന് ഉറങ്ങി ശീലിച്ചിട്ടുള്ള ഒരാൾക്ക് അല്പം ശബ്ദം കേട്ടാൽ ഉറങ്ങാനേ കഴിയില്ല. ഏത് സാഹചര്യത്തിനും അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ എല്ലാ മനുഷ്യർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. അതിനേക്കാളും എളുപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാ തരത്തിലും ജീവിക്കണമെങ്കിൽ ഈശ്വരൻ എന്ന വൻ ശക്തിയെ പിടിച്ചാൽ മാത്രമേ കഴിയൂ. നമ്മുടെ ദുരിതം, ദുഃഖം, വേദന, വിഷമം, പ്രയാസം എല്ലാം മാറ്റാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. അത് എന്നും എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എത്ര തന്നെ ഇല്ല എന്ന് വാദിച്ചാലും ചെന്നെത്തുന്നത് അവിടെ തന്നെ ആയിരിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ പ്രപഞ്ചത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ചെറു പ്രാണി വിചാരിച്ചാൽ മതി നമ്മളുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടാനും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽപ്പെടാത്ത വൈറസ് വിചാരിച്ചാൽ മതി, അതുപോലെ ബാക്ടീരിയകൾ, ഇങ്ങനെ വേണ്ട ഏത് തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ നിസ്സാരമായി കരുതുന്ന ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിന് വലിയ ദുരിതവും തന്നെ ഉണ്ടാക്കും. ഇതറിയുന്ന ആൾക്കാരുടെ എണ്ണം കുറവൊന്നുമല്ല, എല്ലാ ആൾക്കാർക്കും അറിയാം. എന്നാലും ഞാൻ തന്നെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. സഹവാസികളോടോ സഹവർത്തികളോടോ പെരുമാറുന്നത് എങ്ങനെയെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്നോ തൻ്റെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളായാലും പ്രവൃത്തികളായാലും അവർക്കത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നോ ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത ആൾക്കാരുടെ എണ്ണം കുറവേയല്ല. ശരീരത്തിൽ കോടാനുകോടി ഞരമ്പുകളുണ്ട്. അതിൽ ഒരെണ്ണം ഒന്ന് പിണങ്ങിയാൽ മതി നമ്മളുടെ മൊത്തം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുന്ന രീതിയിലും ആയിത്തീരുന്നതിലും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കൺട്രോളുള്ള ഒരു വൻ ശക്തി ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. എത്ര തന്നെ ആയാലും ഇതവിടെ തന്നെ വന്നെത്തുകയുള്ളൂ. പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നിടത്തോളം കാലം ഈശ്വരൻ എന്ന വൻ ശക്തിയും നിലനിൽക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഈശ്വരനാണ്. ആ ബോധം നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്ന് മായുന്നുവോ, ആ ബോധം എന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുവോ അന്ന് നാം ഇല്ല എന്ന് തന്നെ പറയാം. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണിത്. തന്നെത്താനെ ജനിച്ചു, തന്നെത്താനെ വളർന്നു, തനിയെ തന്നെ ആയി. മനുഷ്യനായ നാം എന്ന് വിചാരിച്ചാൽ മാത്രമേ എന്തും നടക്കൂ എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ ആൾക്കാരെയും കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നാം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നും നമ്മളുടെ പിന്നിലൊരു വൻ ശക്തിയുണ്ടെന്നും നമ്മുടെ മുന്നിലൊരു ശക്തിയുണ്ടെന്നും ആ ശക്തി മാത്രമേ നമ്മളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇന്നും ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പായുന്നത്. അവർക്ക് കിട്ടുന്ന ആശ്വാസവും വിശ്വാസവും അവരെ ഒരുപാട് വളർത്തും. പക്ഷേ അതിലവർക്ക് സംശയമോ ആ രീതിയിൽ കിട്ടുന്നതല്ല എന്നൊരു ചിന്തയോ തന്നിലൂടെ തന്നെയാണ് നേടുന്നത്, താൻ തന്നെയാണ് എല്ലാം, താനില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് തനിക്ക് വലിയ പരാജയം സംഭവിക്കുന്നതെന്ന് കാലം കഴിയുമ്പോഴെങ്കിലും അവർക്കത് ബോധ്യമാവും. 90% ആൾക്കാരും വിചാരിക്കുന്നത് പ്രേതമില്ല, പിശാചില്ല എന്നാണ്. ഈശ്വരൻ എന്ന വൻ ശക്തി ഉണ്ടെങ്കിൽ അതും ഉണ്ട്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്. എല്ലാം രണ്ടാണ്. രണ്ടും ഇണചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങാനും പറ്റൂ. പ്രപഞ്ചം നിലനിൽക്കുന്നതേ ഇതിൻ്റെ ആ രീതിയിൽ തന്നെയാണ്. അതെടുക്കാനുള്ള ശക്തിയോ ബുദ്ധിയോ നമ്മൾക്ക് വേണം എന്ന് മാത്രം. കുഞ്ഞു കുട്ടികൾക്ക് തന്നെ ഈ പാഠങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ നിറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണ്. അവർ വഴിതെറ്റില്ല.
അവരുടെ വഴി തെളിയിച്ച് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഈശ്വരന് മാത്രമേ അതിന് പറ്റുകയുള്ളൂ. ഒരു പേരിട്ട് തന്നെയാണ് വിളിക്കേണ്ടത്. ഏതൊരു ശക്തിയെയും പേരിട്ട് വിളിക്കണം. ആ പേര് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നും ഈശ്വരനെ മറന്ന് ജീവിക്കുന്ന ഒരാളും മുന്നോട്ട് പോയി എല്ലാം നേടി എന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല. പക്ഷേ ഏത് കാര്യത്തിനും ഒരു നിയന്ത്രണവും ഒരു സത്യവും ഉണ്ട്. ആ സത്യത്തിനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ഭാഗ്യവും എല്ലാ ആൾക്കാർക്കും കിട്ടും. എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും. ലോക നന്മയ്ക്കായിട്ട് വന്നവർ ലോക നന്മ നടപ്പിലാക്കിയിട്ടേ പോകൂ. ആര് തടഞ്ഞാലും ആർക്കതിനെ തടയാനും കഴിയില്ല, ആർക്കതിനെ മാറ്റി വയ്ക്കാനും കഴിയില്ല. ഒരു കാരണവശാലും ഒരു തരത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അടുത്തത് വൻ വിജയത്തിലാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മാത്രം മതി. അതാണ് സത്യം. ഈ സത്യത്തെ മുറുകെ പിടിക്കുക. ഈശ്വരൻ എന്ന വൻ ശക്തിയെ പിന്തുടരുക. നേടാവുന്നതെല്ലാം നേടുക. മനുഷ്യജന്മത്തിൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അത് ഈശ്വരൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നേടാൻ കഴിയൂ എന്നുള്ളൊരു ചിന്ത ഉള്ളിലോട്ട് എടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാനും കഴിയും. എല്ലാവർക്കും ഇത് വേണം. നന്മ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. തിന്മയോട് ആഗ്രഹമുള്ളവർക്ക് തിന്മ തന്നെ കിട്ടും. നന്മയായി എടുത്താൽ നന്മയും തിന്മയായി എടുത്താൽ തിന്മയും തന്നെയായിരിക്കും ഫലം. എല്ലാവർക്കും ഭാഗ്യം വേണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതി അമ്മയിലൂടെ എത്തുന്നു.